നമസ്കാരം. മധുവിധു ഏകദേശം 1.5 മാസത്തിന് മുന്നേ തിയേറ്ററിലിറങ്ങി. അത്യാവശ്യം നല്ല ക്രിട്ടിക്സ് ഫീഡ്ബാക്ക് ഒക്കെ കിട്ടി. ഭേദപ്പെട്ട പ്രകടനം ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ച സിനിമയാണ് മധുവിധു. കഴിഞ്ഞ ആഴ്ചയാണ് സിനിമ OTT റിലീസ് ചെയ്തത്. ഷറഫുദ്ദീനും കല്യാണി പണിക്കരുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെത്തുന്ന. വിഷ്ണു അരവിന്ദാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. വളരെ രസകരമായിട്ട് പോകുന്നൊരു സിനിമ. ഫാമിലിയൊക്കെ ആയിട്ട് കണ്ട് നല്ല കോമഡിയൊക്കെ ആയിട്ട് ചിരിച്ച് എൻജോയ് ചെയ്ത് നല്ല രസമായിട്ട് കണ്ടിരുന്ന പോകുന്ന 2 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് മധുവിധു. ഷറഫുദ്ദീന് കഴിഞ്ഞ 2 പടങ്ങൾ പെറ്റ് ഡിറ്റക്റ്റീവും പിന്നെ വേറെ ഏതൊരു പ്രേതപ്പടമൊക്കെ ഇറങ്ങിയത് ഭയങ്കര അരോചകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. ഈ ഷറഫുദ്ദീൻ ഒരു മിനിമം ഗ്യാരണ്ടിയാണ് ഷറഫിൻ്റെ പടങ്ങൾ, നായകനായിട്ട് വരുന്ന പടങ്ങൾ. മധുര മനോഹര ജീവിതം അങ്ങനെ പറഞ്ഞൊരു സിനിമ മുതൽ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന എല്ലാ പടങ്ങൾക്കും ഒരു മിനിമം ഗ്യാരണ്ടി എക്സ്പെക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ 2 പടങ്ങൾ OTT ഇറങ്ങിയ കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നിയില്ല. പക്ഷേ ഈ പടം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഷറഫാണ് കേന്ദ്ര കഥാപാത്രങ്ങളിൽ എത്തുന്നെങ്കിലും ഷറഫിനെ ഏതാണ്ട് മറികടന്ന് ഒരു സൂപ്പർ പെർഫോമൻസ് നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസീസ് നെടുമങ്ങാട് അവതരിപ്പിച്ച ആഞ്ഞിലിമുട്ടിൽ തറവാട്ടിലെ അംബരീഷ് എന്ന കഥാപാത്രമാണ്. അംബരീഷായിട്ട് അസീസ് അങ്ങോട്ട് തകർത്തടിക്കണം. നമ്മുടെ ഈ അശോകനൊക്കെ ചെയ്യണ, അല്ലെങ്കിൽ അശോകന് ഇപ്പം എനിക്ക് അത്ര ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ സലിംകുമാറൊക്കെ ആയ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന പോലത്തെ ഒരു കഥാപാത്രം സൂപ്പറായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് അസീസ് അങ്ങോട്ട് നിറഞ്ഞാടി. ഈ മായാവിലെ മമ്മൂക്കേനെ കടത്തി വെട്ടി സലിംകുമാർ പെർഫോം ചെയ്ത പോലെ, അല്ലെങ്കിൽ പുലിവാലക്കനാണത്തിൽ ജയസൂര്യനെ കടത്തി വെട്ടുന്ന പെർഫോമൻസ് സലിംകുമാർ ചെയ്ത പോലെയൊക്കെ എനിക്ക് തോന്നി. കാരണം അത്ര സൂപ്പറായിരുന്നു അസീസിൻ്റെ കഥാപാത്രം. അസീസിന് എല്ലാ ഇതുമുണ്ട്. ഒരു കാമുകനായിട്ടും എല്ലാ ഒരു ചിറ്റപ്പനായിട്ടും എല്ലാം സൂപ്പറായിട്ട് ആ റോള് കൈകാര്യം ചെയ്തു. അടിപൊളിയായിരുന്നു. ഷറഫും അടിപൊളിയായിട്ട് ചെയ്തു. ഷറഫിൻ്റെ 1-2 തമാശകൾ നല്ല രസമായിട്ട് നമുക്ക് ഭയങ്കര ആഘോഷമായിട്ട് ചിരിക്കാൻ പറ്റുന്ന 1-2 തമാശകളുണ്ട്. അത് കൂടാണ്ട് ഷറഫ് നല്ല രസമായിട്ട് ആ റോള് കൈകാര്യം ചെയ്തു. ജഗദീഷ് അടിപൊളിയായിരുന്നു. ജഗദീഷ് സൂപ്പറായിരുന്നു. ജഗദീഷിൻ്റെ റോള് നല്ല രസമായിട്ട് ചെയ്തു. മാർക്കോസ് എന്ന കഥാപാത്രമായിട്ട് സായികുമാറുണ്ട്, ശ്രീജയ നായരുണ്ട്, മേഴ്സി എന്ന കഥാപാത്രം, കല്യാണി പണിക്കരും അവരുടെ പുള്ളിക്കാരുടെ ആദ്യത്തെ സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല രസമായിട്ട് ഒട്ടും ഒരു പുതിയ ആളാണെന്ന് തോന്നാത്ത രീതിയിൽ നല്ല രസമായിട്ട് പെർഫോം ചെയ്ത പോലെ എനിക്ക് തോന്നി. മൊത്തത്തിൽ പറഞ്ഞാൽ വളരെ, ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് അവസാനം ഒരു കല്യാണത്തിൻ്റെ സീക്വൻസ് ഒക്കെ ഉണ്ട്. ആ സമയത്ത് മാത്രം ചെറിയ ഒരു വലിച്ചിൽ പോലെ ഫീൽ ചെയ്തു. അത് ഒഴിച്ചാൽ അതിന് മുന്നേ അത് കഴിഞ്ഞും നല്ല രസമായിട്ട് പോകുന്ന ഒരു മനോഹരമായ സിനിമയാണ് എന്നെ സംബന്ധിച്ച് മധുവിധു. തീർച്ചയായിട്ടും കണ്ടു നോക്കാൻ പറ്റുന്ന, എൻജോയ് ചെയ്യിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു സിനിമയാണ് മധുവിധു. അപ്പോൾ കണ്ടു നോക്കൂ. കറക്റ്റ് വിഷയങ്ങൾ അറിയിക്കും. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറെ ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു സോ മച്ച്. ബൈ.